ഹായ് 2025 ജെയിമിൻ്റെ ഫേസ് 1-ൽ ഗംഭീര പ്രകടനം നടത്തിയ ഒരാളാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. സൈലം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനുശേഷം സൈലത്തിൻ്റെ സൂപ്പർ 30 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്ന ആർഷ് മുഹമ്മദ്. ഹായ് ആർഷ്, എന്തൊക്കെയാണ് ആർഷ വിശേഷങ്ങൾ? സുഖം തന്നെ. സുഖം. ഓക്കെ, എന്ത് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ചൊരു സ്കോറിലേക്ക് എത്തിയോ? എത്തി. എത്രയാണ് ആർഷിൻ്റെ സ്കോർ? 99.14. അതായത് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിനൊപ്പം +2 ബോർഡ് എക്സാം എഴുതാൻ പോവാണ് ആർഷ് അല്ലേ? അതിനൊപ്പമാണ് 99.14 എന്ന് പറയുന്ന ഇത്രയും ഒരു സ്വപ്ന സമാനമായിട്ടുള്ള പേഴ്സൻറ്റേജ് സ്കോർ ചെയ്തിട്ടുള്ളത്. സന്തോഷമല്ലേ? അത് ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. എന്തായിരുന്നു പ്രതീക്ഷ ആക്ച്വലി പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ? എന്താ കുറച്ച് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും വിചാരിച്ച്. പിന്നെ ടീച്ചർമാരെല്ലാവരും പറഞ്ഞ ഭയങ്കര ഈസി എക്സാം ആയിരുന്നു. അപ്പം വിചാരിച്ച് ഒരു 97 ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ, 97, 98. പിന്നെ അവസാനം റിസൾട്ട് വന്നപ്പോൾ അറിയുന്ന 99 ഉണ്ടായിരുന്നു. ഓ ഗ്രേറ്റ്. ഒരു IIT-യിൽ ഏതെങ്കിലും ഒരു ടോപ്പ് ബ്രാഞ്ചിന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ആർഷിൻ്റെ ലക്ഷ്യം അല്ലേ? ഏതെങ്കിലും പർട്ടിക്കുലർ IIT ആകണം എന്നുള്ള ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ? കാരണം ചിലരൊക്കെ പറയാറുണ്ട് മദ്രാസ് IIT-യിൽ പോകണം അല്ലെങ്കിൽ ബോംബെ IIT-യിൽ പോകണം എന്നൊക്കെ ഓരോരുത്തർക്കും കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു IIT-യിൽ കയറണം എന്നുണ്ടോ, അതോ ഏത് IIT-യിലും കുഴപ്പമില്ല എന്നാണോ? മദ്രാസ് അല്ലെങ്കിൽ ബോംബെ ഡൽഹി. അതെ, ഓക്കെ. എന്നാണ് ഈ IIT എന്നുള്ളൊരു സ്വപ്നം ആദ്യമായിട്ട് ആർഷിൻ്റെ മനസ്സിലേക്ക് വരണേ? ആരെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത്. ഓക്കെ, അതിന് എന്ത് ചെയ്യണം എന്ന് അറിയായിരുന്നോ? അതായത് ഒരു IIT-യിലേക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എന്ത് എക്സാം എഴുതേണ്ടതെന്നൊക്കെ അന്ന് അറിയായിരുന്നു? പത്രത്തിലൊക്കെ ഇങ്ങനെ കാണും, റിസൾട്ട് ഒക്കെ വരുമ്പോൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടാവും. പിന്നെ സൈലത്തിൽ ചേർന്നതിന്റെ ശേഷമാണ്. ഓക്കെ, ആർഷ് സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലായിരുന്നല്ലേ? അതെ. എങ്ങനെയാണ് നമ്മുടെ സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ബോർഡ് എക്സാമിനും അതേപോലെ എൻട്രൻസിനും ഒരേ സമയം പഠിപ്പിക്കും. രണ്ടും ഒരേ ലെവലിൽ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഓക്കെ, എന്നിട്ട് സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ നെക്സ്റ്റ് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നല്ലോ. എക്സാം കഴിഞ്ഞാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ നെക്സ്റ്റ് എക്സാം വരുന്നതിനെ പറ്റി പറഞ്ഞത്. അപ്പൊ എഴുതി വെക്കാണ്ട് ഫുൾ സ്കോളർഷിപ്പ് കിട്ടി. എന്തായാലും വെറുതെ ഇരിക്കാണല്ലോ, അപ്പൊ പിന്നെ എഴുതി നോക്കി. എന്നാലും ഫുൾ സ്കോളർഷിപ്പ് കിട്ടിയോ? അതെ. ഓഹോ ഗ്രേറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റഗ്രേറ്റഡ് സ്കൂളിലെ ക്ലാസ്സസ് ഒക്കെ? വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ആർഷ് കോഴിക്കോടായിരുന്നല്ലേ? ഗോകുലം പബ്ലിക് സ്കൂളായിരുന്നു അല്ലേ? ഓക്കെ, ക്ലാസ്സസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടീച്ചർമാരൊക്കെ ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. മെന്റർമാരായാലും ടീച്ചർമാരായാലും ഒക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് സമയത്ത് ആർഷ് നമ്മുടെ സൂപ്പർ 30 ബാച്ചിലേക്ക് വന്നിരുന്നു അല്ലേ? ഓക്കെ, സൂപ്പർ 30 ബാച്ച് എന്താ അതിൻ്റെ ഒരു അവസ്ഥ, എന്താ അതിലൊരു പഠിപ്പിക്കുന്ന രീതി, അതിലെ ടീച്ചേഴ്സ്, അവരൊരു ക്വാളിറ്റി ഒന്ന് പറയാമോ? സൂപ്പർ 30-ൽ ഇപ്പൊ സൈലത്തിലുള്ള മികച്ച ടീച്ചർമാർ തന്നെ എടുക്കുക. പോരാത്തയും ക്ലാസ് കുറച്ച് ഷെഡ്യൂൾ കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും, പക്ഷെ അതിനനുസരിച്ച് പോയാലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതായത് നമുക്കത് നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലാണ്, ഒരു പാഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അല്ലേ? അങ്ങനെയാണെങ്കിൽ സൂപ്പർ 30 ബെസ്റ്റ് ആണ്. ഓക്കെ, എന്തായാലും സൂപ്പർ 30-യെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്യാം. സൂപ്പർ 30 എന്ന് പറയുന്നത് അറിയാത്ത കുറേ ആളുകളുണ്ടാവും. സൂപ്പർ 30 എന്ന് പറയുന്നത് സൈലത്തിൻ്റെ അഡ്വാൻസ്ഡ് ബാച്ചാണ്. അതായത് JEE അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ബാച്ചാണ് സൂപ്പർ 30 ബാച്ച് എന്ന് പറയുന്നത്. ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ്, അതിപ്പോൾ കെമിസ്ട്രിക്ക് റിജു സാറും അതുപോലെ തന്നെ ഫിസിക്സിന് GP സാറും മാത്സിന് നമ്മുടെ ഇക്ബാൽ സാറും ഒക്കെയാണ് അവിടെ ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുക. ഹോസ്റ്റലിൽ വന്ന് നിങ്ങളുടെ അടുത്ത് വെച്ച് തന്നെയാണ് ക്ലാസ്സസ് എടുത്തിരുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാവലിങ്ങിൻ്റെ സമയമൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. ആ സമയം കൂടി നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്നൊരു ബാച്ചായിരുന്നു സൂപ്പർ 30. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ JEE സെക്കൻഡ് ഫേസിന് വേണ്ടി JEE അഡ്വാൻസിന് വേണ്ടിയും സൂപ്പർ 30 ബാച്ചുകൾ തുടങ്ങാൻ പോവാണ് എറണാകുളത്തും കോഴിക്കോടും ഒക്കെ. അപ്പോൾ നിങ്ങൾ JEEയുടെ ഫസ്റ്റ് ഫേസിൽ 97% അതിൽ കൂടുതലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൈലത്തിൻ്റെ സൂപ്പർ 30 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ആർഷിലേക്ക് മടങ്ങി വരികയാണ്. ജസ്റ്റ് ഞാനിത് പറഞ്ഞത് ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആർഷ്, അപ്പോൾ വീട്ടിലെങ്ങനെയായിരുന്നു? ഫുൾ സപ്പോർട്ടായിരുന്നോ? വീട്ടുകാരുടെ സപ്പോർട്ടും കൂടിയാണ് ഇവിടെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ആർഷിന് ഒരു എഞ്ചിനീയറിംഗ് പാരമ്പര്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഫാദർ എഞ്ചിനീയർ ആണ്. ഓക്കെ, എവിടെ വർക്ക് ചെയ്യുന്നത്? ഗവൺമെന്റ് LSTD. ഓക്കെ, അപ്പോൾ ഫാദറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണോ ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ളത്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്തായാലും വീണ്ടും നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ആരംഭിച്ചല്ലോ, സൂപ്പർ 30 ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും JEE അഡ്വാൻസ് കൂടി ക്രാക്ക് ചെയ്ത് ആഗ്രഹിക്കുന്ന ഒരു IIT-യിലേക്ക് നമുക്ക് എത്താൻ പറ്റട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വരാൻ പോകുന്ന കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ JEE മെയിൻ്റെ ഫേസ് 1 എഴുതിയിട്ട് ആഗ്രഹിച്ച ഒരു പേഴ്സൻറ്റേജിൽ കിട്ടാതെ പോയ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഫേസ് 2 എഴുതണ്ട അല്ലെങ്കിൽ എഴുതണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ നിൽക്കുന്നവർ, അവരോട് ആർഷിന് എന്താ പറയാനുള്ളത്? ട്രൈ ചെയ്യാൻ. അതാണ് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മളൊരു സ്വപ്നം കാണുന്നു, ആ സ്വപ്നത്തിലേക്ക് വേണ്ടി നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുന്നു, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ആർഷ്.